ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 15-ാം ഞായർ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 6-ാം അധ്യായം 7 മുതൽ 13 വരെ വാക്യങ്ങളാണ്. യേശു ശിഷ്യരെ ദൗത്യം നൽകി അയക്കുന്നതും ശിഷ്യർ തങ്ങളെ ഭരമേൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നതും മർക്കോസ് സുവിശേഷകൻ ഈ വചനഭാഗത്ത് ഹ്രസ്വമായി വിവരിക്കുകയാണ്. യേശു ശിഷ്യരെ വിളിക്കുന്ന വിവരണത്തിൽ 1:16 മുതൽ 20 വരെ മർക്കോസ് വിളിയുടെ ലക്ഷ്യം വ്യക്തമാക്കിയിരുന്നില്ല. വിളിക്ക് ശേഷം ശിഷ്യരെ അപ്പോസ്തലന്മാരായി നിയമിക്കുന്ന അവസരത്തിലാണ് മർക്കോസ് വിളിയുടെ ലക്ഷ്യം പ്രതിപാദിക്കുന്നത്. തന്നോട് കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനും. ഈ അപ്പസ്തോലിക ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് യേശു ശിഷ്യരെ ദൗത്യം നൽകി അയക്കുകയാണ്. പ്രസംഗിക്കുന്നതിനും രോഗശാന്തി നൽകുന്നതിനും പിശാചുക്കളെ ഒഴിപ്പിക്കുന്നതിനുമാണ് അവർ അയക്കപ്പെടുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നോണമാണ് അപ്പോസ്തലന്മാർ നിർവഹിക്കേണ്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളായ പ്രസംഗം, രോഗശാന്തി, ബാധോച്ചാടനം എന്നിവ. യേശുവിൻ്റെ തന്നെ ദൗത്യത്തിൽ അപ്പോസ്തലന്മാർ പങ്കുചേരാൻ ക്ഷണിക്കപ്പെടുകയാണ്. യേശുവിനാൽ അയക്കപ്പെട്ടവർ എന്ന നിലയിൽ അവിടുത്തെ നാമത്തിലും അധികാരത്തിലുമാണ് അവർ പ്രവർത്തിക്കേണ്ടത്. ആകയാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ യേശു സന്നിഹിതനാണ്. അപ്രകാരം ജീവിതത്തിലും പ്രേക്ഷിത ദൗത്യത്തിലും ശിഷ്യർ യേശുവിനോട് താദാത്മ്യം പ്രാപിക്കുന്നു. പ്രേക്ഷിത ദൗത്യവുമായി ശിഷ്യർ അയക്കപ്പെടുമ്പോൾ 2 പേര് വീതമാണ് അയക്കുന്നത്. ഇപ്രകാരം ഒരു നടപടി എന്തുകൊണ്ട് യേശു സ്വീകരിച്ചു എന്നതിന് വ്യക്തമായ തെളിവില്ല. എങ്കിലും ഇതേ സംബന്ധിച്ച് ചില അനുമാനങ്ങളിൽ വായനക്കാർക്ക് എത്തിച്ചേരാം. ഒന്ന്, ആദിമസഭയിലെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ സ്വഭാവ സവിശേഷതയായി ഇതിനെ നമുക്ക് കാണാം. ഉദാഹരണമായി പത്രോസും യോഹന്നാനും, ബർണബാസും പൗലോസും. രണ്ടാമതായി 2 പേർ വീതം പ്രേക്ഷിത ദൗത്യത്തിനായി അയക്കപ്പെട്ടിരുന്ന നടപടിക്രമം അന്നത്തെ യാത്രാ ദുർഘടത്തെ തരണം ചെയ്യാൻ വേണ്ടി ആയിരുന്നിരിക്കാം. മൂന്നാമതായി 2-3 പേരുടെ സാക്ഷ്യത്തിലായിരിക്കണം ഒരു സംഭവത്തിൻ്റെ സ്ഥിരീകരണം എന്ന യഹൂദ സമ്പ്രദായവും നിയമവും നടപ്പിലാക്കാൻ വേണ്ടിയാകാം. അവസാനമായി യാത്രാവേളയിലുള്ള പരസ്പര സഹായവും അതിലൂടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ സാമൂഹിക സ്വഭാവത്തിന് പ്രാധാന്യം നൽകാൻ വേണ്ടിയുമായിരിക്കാം. തുടർന്ന് യാത്രയെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങളാണ് മർക്കോസ് നമുക്ക് നൽകുന്നത്. ഭക്ഷ്യവസ്തുക്കളോ പണമോ ഒന്നിലേറെ വസ്ത്രങ്ങളോ കൂടെ കൊണ്ടുപോകരുത് എന്നതാണ് നിർദ്ദേശങ്ങളിൽ ആദ്യ ഗണം. പ്രേക്ഷിതരുടെ മുഖമുദ്ര ദാരിദ്ര്യവും പൂർണ്ണമായ ദൈവാശ്രയവും ആയിരിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിർദ്ദേശങ്ങൾ. യാത്രയിൽ കൂടെ കൂട്ടാവുന്നത് വടിയും ചെരുപ്പുമാണെന്ന നിർദ്ദേശമാണ് തുടർന്ന് നമുക്ക് ലഭിക്കുന്നത്. പ്രേക്ഷിത യാത്ര ദൈർഘ്യമേറിയതും വിഷമകരവും ആകയാൽ ഇവ അനുവദനീയമാകുന്നു. ഇപ്രകാരമുള്ള ഒരു പ്രേക്ഷിത ശൈലി ശിഷ്യരുടെ ദൗത്യത്തിന് വിശ്വാസ്യതയും ആധികാരികതയും നൽകുകയാണ്. നിർദ്ദേശങ്ങളിലെ 3-ാം ഘട്ടം ശിഷ്യർ നേരിടേണ്ടി വരുന്ന സ്വീകാര്യതയും
അതിന് വിപരീതമായ തിരസ്കരണങ്ങളുമാണ്. ശിഷ്യർ ജനമധ്യേ അസ്വീകാര്യരാകുമ്പോൾ അവരുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായത്. അത്തരം സന്ദർഭങ്ങളിൽ ആ സ്ഥലം വിടുന്നതിന് മുൻപ് തങ്ങളുടെ കാലിലെ പൊടി അവർ തട്ടിക്കളയണം. വിജാതീയ നാടുകളിൽ നിന്ന് പാലസ്തീനയിൽ തിരിച്ചെത്തുന്ന ഭക്തരായ യഹൂദർ തങ്ങളുടെ കാലിലെയും വസ്ത്രങ്ങളിലെയും പൊടി തട്ടിക്കളയുന്ന പതിവ് ഉണ്ടായിരുന്നു. വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത യഹൂദരെ പുറം ജാതികളെ പോലെ കണക്കാക്കണമെന്ന മുന്നറിയിപ്പ് നൽകുവാൻ ശിഷ്യരും ഈ പ്രവൃത്തി നിർവഹിക്കണം. ഒരു പ്രതീകാത്മക പ്രവൃത്തി എന്ന നിലയിൽ പൊടി തട്ടൽ ഒരു വെല്ലുവിളിയും അനുതാപത്തിനുള്ള ആഹ്വാനവും അർത്ഥമാക്കുന്നുണ്ട്. ആസന്നമായിരിക്കുന്ന ദൈവവിധിയും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അടിയന്തിരമായി ഉണ്ടാകേണ്ട അനുതാപവും ബോധ്യപ്പെടുത്തുവാൻ പ്രവാചകന്മാർ ചെയ്ത പ്രതീകാത്മക പ്രവർത്തികൾക്ക് തുല്യമാണ് ഈ പൊടി തട്ടിക്കളയൽ പ്രവൃത്തി. അപ്രകാരം പ്രേക്ഷിത ദൗത്യ നിർവഹണം ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണെന്നുള്ള സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. നിർദ്ദേശങ്ങൾക്കനുസൃതമായി ശിഷ്യഗണം തങ്ങളെ ഭരമേൽപ്പിച്ച പ്രസംഗം, ബാധോച്ചാടനം, രോഗശാന്തി എന്നീ ദൗത്യങ്ങൾ നിർവഹിച്ചുവെന്ന വിവരണമാണ് മർക്കോസ് തുടർന്ന് നമുക്ക് നൽകുന്നത്. അവരുടെ പ്രസംഗത്തിൽ അനുദപിക്കുവാനുള്ള ആഹ്വാനമാണ് മുഖ്യമായും അടങ്ങിയിരിക്കുന്നത്. ഇത് സ്നാപയോഹന്നാന്റെ പ്രസംഗത്തെയും 1:4, യേശുവിന്റെ പ്രബോധനങ്ങളെയും 1:15 അനുസ്മരിപ്പിക്കുന്നു. രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തുന്ന രീതി യഹൂദർ അനുവർത്തിച്ചു പോന്നിരുന്ന രോഗശാന്തിദായകമായ ഒരു കർമ്മത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ രോഗികളുടെ മേൽ തൈലം പൂശുന്ന പതിവ് ആദിമസഭയിലും നിലനിന്നിരുന്നു. യാക്കോബ് 5:14. രോഗശാന്തി നൽകിയതും യേശുവിന്റെ ദൗത്യത്തിന്റെ തുടർച്ചയായി നിലകൊള്ളുകയാണ്. യേശു പിശാചുക്കളെ ബഹിഷ്കരിച്ച അതേ രീതി ശിഷ്യരും അവലംബിക്കുന്നു. അപ്രകാരം മേൽ സൂചിപ്പിച്ച 3 ദൗത്യങ്ങളും യേശുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ശിഷ്യർ നിർവഹിച്ചപ്പോൾ യേശുവിന്റെ പ്രേക്ഷിത ദൗത്യങ്ങളിൽ അവരും സമാന്തരമായി പങ്കാളികളാവുകയായിരുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മുടെ നാട്ടിലെത്തിയവരുടെ പ്രയത്നങ്ങളെ നമുക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കാം. ആ മിഷണറിമാരെ കൂടാതെ നമ്മുടെ മാതാപിതാക്കളും മുത്തശ്ശന്മാരും നമ്മുടെ സുവിശേഷകരായിരുന്നു. അവരുടെ യാത്രകൾ, അവരുടെ വിയർപ്പും കണ്ണുനീരും, അവരുടെ ജീവിത മാതൃക മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. നമുക്ക് കഴിഞ്ഞകാല മിഷണറിമാരുടെ ശ്രമങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യാം. അവരുടെ ആത്മദാനത്തിൻ്റെ അനുസ്മരണം നമ്മെ എല്ലാവരെയും പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ആത്മാവാൽ ജീവിക്കുവാൻ സഹായിക്കട്ടെ. നമുക്കും അപ്രകാരം ശരിയായ പ്രേക്ഷിതരായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.